എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മളുടെ ഓസം ഇൻഫോർടൈൻമെൻറ്റ് ചാനലിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു കാര്യമാണ്. അതായത് തിരുവണ്ണാമലയിലുള്ള ശിവക്ഷേത്രം, അതാണ് അണ്ണാമലയാർ അമ്പലം. തിരുവണ്ണാമലയിലുള്ള ശിവൻ്റെ പേരാണ് അണ്ണാമലയാർ. അപ്പം ഇതിൽ ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് വീഡിയോയിൽ ഈ തിരുവണ്ണാമല ടെമ്പിൾ എന്നൊക്കെ ഇട്ടടിച്ചാലേ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഞാനൊരു 4-5 ഇട്ട് നോക്കി, ഒന്നും കേട്ടില്ല. പക്ഷേ ഓടിച്ച് വിട്ട് നോക്കിയപ്പം അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് ചാനൽ എന്ന് പറയുന്നത് ഒന്നീ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ അറിവായിരിക്കണം, ഇൻഫർമേഷൻ ആയിരിക്കണം. ആ രീതിയിൽ ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മരത്തിനെ കുറിച്ചാണ്. ആ അമ്പലത്തിലുള്ള മരത്തിനെ കുറിച്ചാണ്. ഇപ്പം വേറെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ തിരുവണ്ണാമലയെന്ന് പറയുന്നത് തന്നെ ശിവനാണ്. അതായത് ഈ പഞ്ചഭൂതങ്ങളിൽ ഈ തീ ഉണ്ടല്ലോ, അഗ്നിയെ കുറിക്കുന്നതാണ് ഈ തിരുവണ്ണാമല എന്നുള്ള സ്ഥലം. അപ്പോൾ ബാക്കി 4-നെക്കുറിച്ചും ഇനിയൊരു ദിവസം നമുക്ക് കാണാം. ഇപ്പം ഈ തിരുവണ്ണാമല എന്ന് പറയുന്നത് ശിവൻ്റെ പേര്. അപ്പോൾ ഈ തിരുവണ്ണാമല എന്ന് പറയുന്നത് ആ മലയാണ്, ക്ഷേത്രത്തിനെ മാത്രമല്ല, ആ മലയെ തന്നെ അവിടെ ഉള്ള ആൾക്കാർ ശിവനായിട്ട് വിചാരിച്ച് തൊഴുന്നുണ്ട്. അപ്പം ഈ മല എന്ന് പറയുന്നത് 2 കോടി വർഷത്തിന് മുമ്പേ വലിയ ഒരു തീയായിട്ട് കത്തി നിന്നതാണ്. ക്രമേണ കാലപ്പോക്കിൽ അത് കുളിർന്ന് അങ്ങനെ ഒറ്റ മലയായിട്ടങ്ങ് നിൽക്കുവായിപ്പോഴും. അപ്പം അമ്പലത്തിനകത്ത് പോയി ശിവനെയും ദേവിയെയും തൊഴണമെന്നുള്ള ആവശ്യമില്ല, ആ മലയെ കണ്ട് തൊഴുതാലേ മതി. അതുമാത്രമല്ല, തമിഴിൽ ഒരുപാട് ചൊല്ലുണ്ട്. ഈ കാഞ്ചീപുരത്തിൽ ജനിച്ചാൽ മുക്തി, കാശിയിൽ മരിച്ചാൽ മുക്തി എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ അണ്ണാമല ആനയും നിനൈത്താലേ മുക്തി എന്ന് പറയും. തിരുവണ്ണാമലയിലുള്ള അണ്ണാമല ആനയും ദേവിയുടെ പേര് ഉണ്ണാമുലൈ ദേവി. അപ്പം അണ്ണാമല ആനയും ഉണ്ണാമുലൈ ദേവിയും മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി, നിങ്ങൾക്ക് മുക്തി കിട്ടും. അത്രയ്ക്ക് പവറുള്ള ക്ഷേത്രമാണത്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഓട്ടോ വെച്ച് 2 ദിവസം പോയി കണ്ടു. അപ്പം അതിൽ എനിക്ക് ഇതുവരെ ഞാൻ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്, കൊച്ചിലെ എത്രയോ പ്രാവശ്യം ഗിരിവലവും പോയിട്ടുണ്ട്. അപ്പം അതല്ല ഇപ്പം എൻ്റെ വീഡിയോയിൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് കിട്ടിയ അറിവാണ്. അവിടെ ആ ക്ഷേത്രത്തിലുള്ള ഒരാളാണ് ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചത്. അദ്ദേഹമാണ് ഇത് പറഞ്ഞു തന്നത്. വരണം മേഡം, നിങ്ങൾക്ക് ഒരു നല്ല കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടെ ഒരു കൂവളം മരം, ഒരു കൂവളം മരം നിൽപ്പുണ്ട്. എല്ലാ ശിവക്ഷേത്രത്തിലും കൂവളം മരമുണ്ട്. കൂവളം നല്ല കാച്ച് നിൽപ്പുണ്ട്, പഴമായിട്ടും ഉണ്ട് അവിടെ. അതിലെ ഒരു അതിശയം എന്തുവാന്ന് വെച്ചാൽ, ഒരേ കൂവളം മരത്തിൽ അതിൻ്റെ ട്രങ്ക്, അതിൻ്റെ തണ്ടിൽ അരസമരവും കൂടെ ചേർന്ന് വളർന്നിരിക്കുന്നു. അപ്പോൾ ഒരു മരത്തിൽ തന്നെ പകുതി ഭാഗം കൂവളത്തിൻ്റെ തണ്ടും പകുതി ഭാഗം അരസമരത്തിൻ്റെ തണ്ടും. ഇതൊക്കെ ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഈ റോസൊക്കെ ഒട്ടിയൊക്കെ കെട്ടിവെച്ച് നമ്മൾ വളർക്കും. അതൊന്നും ആരും ചെയ്തതല്ല, ഇത് സ്വന്തമായിട്ട് വന്നതാണ്, സ്വയംഭൂവായിട്ട് വന്നതാണ്. ആ 2 മരം അടുത്ത് നിന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് കൂവളം വേറെ ഒരു മരത്തിനെ അടുത്ത് വളരാനേ വിടത്തില്ല. പക്ഷേ ഈ അരസമരവും ഈ കൂവളവും കൂടെ ഒന്നിച്ച് ചേർന്ന് മേളി വളർന്ന് ഒരു ഭാഗത്ത് അരസ മരത്തിൻ്റെ ഇലയും ഒരു ഭാഗത്ത് കൂവളത്തിൻ്റെ ഇലയും പൂവും കാച്ച് അങ്ങനെ പടർന്ന് പന്തളിച്ച് നിൽക്കുന്നു. അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഇന്നാണ് ആദ്യമായിട്ട് ഈ മരത്തിനെ കാണുന്നതും ഇങ്ങനെ ഒരു അറിവ് എനിക്ക് കിട്ടുന്നതും. അതുമാത്രമല്ല, അവിടെ ആ മരത്തിൽ 2-3 സിദ്ധന്മാർ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇപ്പോഴും ഒരു സിദ്ധർ ഗൗളിയുടെ രൂപത്തിൽ അവിടെ താമസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മരത്തിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് നമ്മൾ കുറേ നേരം മെഡിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല അനുഭൂതി കിട്ടും.
അതുമാത്രമല്ല നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ആ മരത്തിൻ്റെ അടിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്കത് നടക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനും കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് തന്നെ എനിക്ക് അവിടുന്ന് തിരിക്കണമായിരുന്നു. അതുകൊണ്ട് കുറേ നേരം ഒന്നും എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇപ്പം ഈ തിരുവണ്ണാമല എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മളുടെ ശബരിമലയിൽ മകരജ്യോതി കാണുന്ന പോലെ ഇവിടെ കാർത്തിക മാസം, തമിഴിലെ കാർത്തിക മാസം എന്ന് പറയുന്നത് നമ്മുടെ വൃശ്ചിക മാസം കാർത്തിക നക്ഷത്രത്തിൻ്റെ അന്ന് വലിയ ഒരു ദീപം മലയുടെ ഉച്ചിയിൽ കൊണ്ടുപോയി കയറ്റും. അത് പാരമ്പര്യമായിട്ട് ഒരു കുടുംബമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു വലിയ വിളക്കല്ല, ഒരു ചട്ടി പാന പോലെ അതിനെ ഉരുട്ടിക്കൊണ്ടാണ് അവർ മേളിൽ കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല എത്രയോ 300 മീറ്റർ നീളമുള്ള ഇതിൽ നിന്ന് നെയ്ത തുണിയിലാണ് തിരിച്ചിടുന്നത്. എത്രയോ കിലോ നെയ്യ് ഒഴിച്ചാണ് ആ ദീപം ഏറ്റുന്നത് കറക്റ്റ് 6 മണിക്ക്. അപ്പം നമ്മളൊക്കെ 6 മണിക്ക് ടി വിയിൽ കാണുമല്ലോ, അത് കണ്ടിട്ടാണ്, ആ ദീപം കണ്ടിട്ടായിരിക്കും വീട്ടിൽ കാർത്തികയ്ക്ക് ഈ നമ്മളുടെ ചിട്ടിയൊക്കെ ചെറിയ ചെറിയ വിളക്കുകൾ കത്തിച്ച് വയ്ക്കുമല്ലോ, അതൊക്കെ കത്തിച്ച് വയ്ക്കുന്നത് അത് ആ ദീപം കണ്ടിട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് പവറുള്ള ഒരു സ്ഥലമാണ്. 9 ഗോപുരമുണ്ട്, 5 വലിയ ഗോപുരം, പിന്നെ 4 ചെറിയ ഗോപുരം, പിന്നെ കുളമുണ്ട്, ചെറിയ നന്ദിയുണ്ട്, വലിയ നന്ദിയുണ്ട്. കിഴക്കിലുള്ള ഗോപുരം ഏറ്റവും വലുത്, അതിന് പേരാണ് രാജഗോപുരം എന്ന് പറയും. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വേറെയും പല വീഡിയോസിൽ കാണാം. എനിക്ക് ഇപ്രാവശ്യം ആദ്യമായിട്ട് ഞാൻ കണ്ടതും അതിന് അതിശയിച്ചു പോയതും ഈ കൂവളവും അരശമരവും കൂടെ ഒന്നിച്ച് വളർന്ന് നിൽക്കുന്നതാണ്. അപ്പം ഭയങ്കര പവറുള്ളതാണ്. അതിൻ്റെ അടിയിൽ തീർച്ചയായിട്ടും നമുക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നുള്ളതാണ്. അത് നമുക്ക് ആരും പറഞ്ഞറിയേണ്ട കാര്യമില്ല, അത്രയ്ക്ക് പവർ ഉള്ള ഒരു മരമായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുടെ കൂടെ പങ്കിടണമെന്ന് വിചാരിച്ചത്. പിന്നെ 2 മലയുടെ ദൃശ്യം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ബാൽക്കണിയിൽ ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും എന്നാൽ പൗർണമി അടുപ്പിച്ചുള്ള സമയമല്ലേ, നല്ല 7 മണിക്കൊക്കെ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരും. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം മെഡിറ്റേഷൻ ചെയ്തു. അപ്പോൾ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് എടുത്ത ഫോട്ടോയാണ് അത്. അതായത് നേരം വെളുക്കുമ്പോഴേ എല്ലാ ഈ മേഘക്കൂട്ടങ്ങൾ അങ്ങനെ മലയുടെ പോലെ തട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ മലയുടെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുന്ന പോലെയാണ് കാണാൻ. എന്ത് ഭംഗി! അതുമാത്രമല്ല ഞാൻ 3 ദിവസം അവരുടെ വീട്ടിൽ നിന്നു. 3 ദിവസവും രാവിലെ ഈ മലയ്ക്ക് ഒരു തൊപ്പി വെച്ച പോലെയാണ്, കുറേ മേഘങ്ങൾ അതാണ് ഞാൻ എടുത്തത്. ഇനി ഒരു ഫോട്ടോയിൽ കാണുന്നത് കിഴക്കിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുമ്പം ആ റെഡിഷ് ടിഞ്ച്, സൂര്യൻ്റെ കിരണങ്ങൾ പെട്ട് ആ ചുമന്ന മേഘങ്ങളൊക്കെ ഒരു ഓറഞ്ച് കളറിലുള്ളത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. അപ്പം അത് നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും തിരുവണ്ണാമലയിൽ പോകണം. അവിടെ പാതാളലിംഗം എന്നൊരു സ്ഥലം, ഒരു താഴെ ഇറങ്ങി പോകണം. ആ ഗുഹയ്ക്കകത്താണ് രമണ മഹർഷി ഇരുന്ന് തപസ്സിരുന്നത്. അപ്പം രമണ മഹർഷിക്ക് ഇവിടുന്നുള്ള വിളിയിലാണ് രമണ മഹർഷി ട്രെയിൻ കയറി ഇവിടെ വന്നത്. അദ്ദേഹത്തിന് തിരുവണ്ണാമലയിൽ നിന്ന് ഒരു സ്ഥലം പോലും അറിഞ്ഞുകൂടാ. അത് രമണ മഹർഷിയുടെ ബുക്കൊക്കെ വായിച്ചാൽ നമുക്ക് ഒരുപാട് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. സ്കൂളിൽ ഒന്നും നല്ലതായിട്ട് പഠിക്കത്തില്ല. അപ്പം ചേട്ടൻ സ്കൂളിലെ ഫീസ് കെട്ടാനായിട്ട് 2 രൂപ എങ്ങാണ്ട് കൊടുത്തു. അത് വെച്ചുകൊണ്ടാണ് ട്രെയിൻ കയറി തിരുവണ്ണാമലയ്ക്ക് വന്നത്. അപ്പോൾ അതിനകത്തിരുന്ന് ഇദ്ദേഹം ആ പാതാള ഗുഹയ്ക്കകത്തിരുന്നാണ് തപസ്സിരുന്നതെന്ന് വെച്ചാൽ സമാധിയിലാണ് അദ്ദേഹം കുറേ നാളിരുന്നത്. അപ്പം അതിനകത്ത് പല്ലിയും പൂച്ചയൊക്കെ കടിച്ച് വ്രണമായി ദേഹം മുഴുക്ക. അതുമാത്രമല്ല ഈ അമ്പലത്തിൽ കളിക്കാൻ വരുന്ന അവിടുത്തെ കൊച്ചു പിള്ളേരുണ്ടല്ലോ, ഇദ്ദേഹം ദിവസം ഇവിടെ ഇരുന്ന് കണ്ണ് തുറക്കാതെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് അറിയാൻ വേണ്ടി കല്ലെടുത്ത് എറിയുമെന്ന് മേത്ത് ദിവസവും. അങ്ങനെ കല്ല് കൊണ്ടാണ് ദേഹം മുഴുക്ക പുണ്ണായത്. ആ പുണ്ണിലെ പുഴു വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെയാണ് രമണ മഹർഷി സമാധിയിലിരുന്നത്. അപ്പോൾ ഇപ്പം അവിടെ ഒരു ചെറിയ ശിവലിംഗമൊക്കെ വെച്ച് പൂജിക്കുന്നുണ്ട്. പിന്നെ 2 വലിയ ബോർഡുണ്ട്, തമിഴിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടിട്ടുണ്ട് രമണ മഹർഷിയുടെയും അവിടെ തപസ്സിരുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ രമണ മഹർഷിയുടെ ഗുരു എന്നാണ് ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോയത്. ഇവിടെ ഇനി നീ നിൽക്കണ്ട,
പിള്ളേരുടെ ശല്യമൊക്കെ കൂടുന്നുണ്ട്, നിൻ്റെ ദേഹമൊക്കെ ഇങ്ങനെ പുണ്ണായി കിടക്കുന്നു എന്ന് പറഞ്ഞ് രമണ മഹർഷിയുടെ ഗുരു വന്ന് വിളിച്ചുകൊണ്ട് പോയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് അവിടെയൊക്കെ മലയിലിരുന്ന് തപസ്സിരുന്നതും. അവിടെയാണ് രമണാശ്രമം വന്നിട്ടുണ്ട്. രമണാശ്രമത്തിലൊക്കെ ഞാൻ എൻ്റെ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി ഞങ്ങൾ 3 ദിവസം അവിടെ നിന്ന് ധ്യാനമൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേറെ കാര്യം. അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് പോയിട്ട് വന്നപ്പം തൊട്ട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഓസം ഇൻഫോർടൈൻമെൻറ്റ് ചാനലിൽ ഇടുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കുക. പക്ഷേ ഇത് കൈലാസ് ചാനൽ പോലെ റെഗുലറായിട്ട് ഒന്നിടവിട്ട് ഒന്നൊന്നും ഞാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഒരാഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് ഇടണമെന്ന് എനിക്ക് മനസ്സിലാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ചാനലും കൂടെ ഒന്ന് നോക്കിയോളൂ. എല്ലാവരും എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും തിരുവണ്ണാമലയ്ക്ക് പോയിരിക്കണം, അമ്പലത്തിൽ തൊഴുതിരിക്കണം, സൗകര്യം അനുസരിച്ച് ഗിരിവലം പോവാം. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ, മുക്തി കിട്ടട്ടെ. നിனைத்தாലേ മുക്തി, വിചാരിച്ചാലേ മുക്തി കിട്ടുന്ന ഒരു സ്ഥലം. നമ്മൾ മുക്തി തേടിക്കൊണ്ടല്ലേ അലയുന്നേ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും പോയിട്ട് വരണം. നന്ദി, നമസ്കാരം.